കോഴിക്കോട് മുക്കത്ത് സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. ഓമശ്ശേരി വെളിമണ്ണ സ്വദേശി കൂവച്ചാലിൽ ജവാദിനെയാണ് 1-ാം തീയതി മുതൽ കാണാതായത്. പലിശയ്ക്ക് പണം നൽകിയ ആളുടെ സംഘമാണ് ജവാദിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് കുടുംബം മുക്കം പോലീസിൽ പരാതി നൽകി. കേസെടുത്ത പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഏപ്രിൽ 1-ാം തീയതി രാത്രി 9 മണി മുതലാണ് ജവാദിനെ കാണാതാകുന്നത്. ജവാദ് താമരശ്ശേരി അണ്ടോണ സ്വദേശിയിൽ നിന്ന് പണം പലിശയ്ക്ക് വാങ്ങിയിരുന്നു. കടം നൽകിയവരുടെ കൂട്ടാളികളാണ് ജവാദിന്റെ തിരോധാനത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുന്നു. 8:30 ഫസ്റ്റ് മെസ്സേജ് അയച്ച് ഞാൻ ഇങ്ങനെ ഷോപ്പിനടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 9 മണി കഴിഞ്ഞ് 9:10 ആയപ്പോൾ പിന്നെ മെസ്സേജ് അയക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഓരോ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്, അപ്പൊ ഇനി കുറച്ചേരം അവിടെ നിൽക്ക്, ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഊരി വരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് മെസ്സേജ് അയച്ചത്. പിന്നെ ഓരോ അടുത്തുനിന്ന് വന്നിട്ടുമില്ല, ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല, വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടൊന്നും കോണ്ടാക്ട്. കാണാതായ ദിവസം രാത്രി 9 മണിയോടെ ഭാര്യയ്ക്കും പിതാവിനും ജവാദ് ഫോണിൽ മെസ്സേജ് അയച്ചിരുന്നു. പണം കടം നൽകിയാളുടെ കൂട്ടാളികൾ ജവാദിന്റെ കടയുടെ സമീപത്ത് നിൽക്കുന്നുണ്ട് എന്നായിരുന്നു അവസാനം അയച്ച മെസ്സേജ്. ഹലോ അമ്മാവനോ പറയട്ടോ, പക്ഷേ ഇവിടെ പിന്നെ പീടികയിലെ സാധനം കൊടുക്കാൻ വേണ്ടി വന്നേ. അന്നേരം ഇവിടെ അമീതിന്റെ 2 ചക്കന്മാരും ഇവിടെ വന്ന് പച്ചിൻ്റെ അടുത്ത് അതുപോലെ അടുത്ത് ഇങ്ങനെ ഒത്തിരിക്കുക കേട്ടോ. കുടുംബം നൽകിയ പരാതിയിൽ മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ ഉന്നയിച്ചതുപോലെ കടയ്ക്ക് മുൻപിൽ ആളുകൾ നിൽക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ജവാദിന്റെ തിരോധാനവുമായി ബന്ധമില്ലെന്നാണ് പണം പലിശയ്ക്ക് നൽകിയാൽ മൊഴി നൽകിയത്. നിലവിൽ ജവാദിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അത് 1 ലക്ഷം കൊടുക്കാനുള്ളതാണ്. എന്തോ ഷോപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയ ക്യാഷ് ആയിരുന്നു. സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയം വരെ കാത്തിക്കാൻ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹമീദ് എന്നാണ് ആളെ പേര്. അയാളൊരു ബ്ലേഡാരനാണ്. അയാളെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയതായിരുന്നു ഷോപ്പിന് വേണ്ടിയിട്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.